നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ എല്ലാവരും ശരണ്യയെ കുറ്റപ്പെടുത്തുകയാണ്. ശരണ്യയുടെ വീട്ടിലുള്ളവര്, ശരണ്യയുടെ സഹോദരന്മാര്, അച്ഛനും അമ്മയും എല്ലാം. ശരണ്യക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാര് കുറ്റപ്പെടുത്തുന്ന പോരാഞ്ഞിട്ട് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും കൂടെ, അതിന് മാത്രം താൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊരു ചിന്ത ശരണ്യയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. നിരപരാധിയായ ഒരാളെ രക്ഷിച്ചാണോ താൻ ചെയ്ത തെറ്റ്? ഒടുവില് ശരണ്യയ്ക്ക് വാവിട്ട് ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അച്ഛാ, ഞാൻ വന്നപ്പോൾ മുതൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതാണല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, അവനെ ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിക്കാത്ത ഒരാളെ ഞാൻ വെറുതെ എന്തിനാ ഇതിലേക്ക് വലിച്ചടിക്കുന്നേ? എന്നെപ്പോലെ തന്നെ വന്നു പെട്ട ഒരാളും അല്ലേ രോഹിത്. അപ്പം ഞാൻ ചെയ്യുന്ന കൊടിയ പാവമല്ലേ? ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യം. അതോടൊപ്പം തന്നെ എന്നെ ദൈവം തമ്പുരാൻ പോലും വെറുതെ വിടത്തില്ല. അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. പാവം പിടിച്ച ഒരാളെ, തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇനിയിപ്പം ഞാൻ അങ്ങനെ പറയാത്താണോ നിങ്ങളുടെ കുഴപ്പം? എന്താച്ചാന്ന് ചോദിച്ചു. പ്രഭാകരൻ്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു. പിന്നീട് ശരണ്യ നേരെ തൻ്റെ അമ്മയുടെ നേരെ തിരിയാണ്. പറയമ്മേ, തെറ്റ് ചെയ്യാത്ത ആ പാവത്തിനെയും കൂടെ ഞാൻ ക്രൂശിക്കണമായിരുന്നോ? ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. അപ്പം അവനോ, അത് മാത്രമല്ല ആ കുടുംബത്തിലുള്ളവർ എത്രമാത്രം വേദന അനുഭവിച്ചു കാണും. അതെന്താ അമ്മ മനസ്സിലാക്കാത്തെ? നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, തെറ്റ് ചെയ്യാത്ത ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളൊക്കെ പറയുന്നുണ്ട് രോഹിത്തിൻ്റെ പേര് പറയണമായിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരിക്കലും ഒരിടത്തുനിന്ന് സ്വസ്ഥതയോ സമാധാനം കിട്ടത്തില്ല. ഇപ്പം ചിലപ്പം നേട്ടങ്ങളുണ്ടായിരിക്കും, പക്ഷേ ഈ പറയുന്നവർ തന്നെ നാളെ ചിലപ്പം തിരിഞ്ഞു നിന്നെന്നും വരാം. അതുമാത്രമല്ല അവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കേസിന് ബലം കിട്ടാൻ വേണ്ടി അവർ പലതും പറയും. നമ്മൾ ആ പക്ഷം ചേർന്നിട്ടുണ്ടെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, പുറത്ത് നിൽക്കുന്നവരൊക്കെ ചോദിക്കുന്നത് കേട്ടോ, രോഹിത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് എത്ര രൂപയാണ് വാങ്ങിയെന്ന്? ലക്ഷങ്ങളാണോ അതോ സ്വർണ്ണമാണോ വാങ്ങിയെന്ന്? ജ്വല്ലറിയൊക്കെയുള്ള ആളല്ലേ ബാലേന്ദ്രന്. ശരണ്യ പറഞ്ഞു, പറയുന്നവർ പറഞ്ഞോട്ടെ അച്ഛാ, നമ്മളൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ആ സമയത്ത് ശരണ്യയുടെ സഹോദരൻ ഒട്ടും പിടിച്ചില്ല അവളുടെ ഒരു സത്യസന്ധത. നാട്ടുകാരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് എവിടെ ഇരുന്നാൽ മതി. നാളെ മുതൽ പുറത്തിറങ്ങി നടക്കേണ്ട ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇത്തിരി നാണക്കേടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ശരണ്യ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറ. ഞാൻ മരിക്കാനും ഞാൻ ഒരുക്കുക. ഇതിനേക്കാളും ഭേദം അതാന്ന് തോന്നേ. വീട്ടിൽ സ്വസ്ഥത സമാധാനം ഇല്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ശരണ്യോട് പറഞ്ഞു, മോളെ, നിന്നോട് അങ്ങനെ ഉദ്ദേശിച്ച് ഞങ്ങൾ പറഞ്ഞല്ല, ഞങ്ങളുടെ വേദനയും വിഷമങ്ങളും ആരോട് പറയാനായിട്ടാ. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, അമ്മേ, മറ്റുള്ളവർ പറയുന്ന കേട്ടല്ല നമ്മൾ മുന്നോട്ട് പോകണ്ടേ, അറിയാലോ. എനിക്ക് എൻ്റേതായ ഒരു നീതിയുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇതിലേക്ക് വഴിച്ചിരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതെല്ലാം ശരണ്യ പറഞ്ഞ് ഇപ്പം അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരു കൺഫ്യൂഷനായിപ്പോയി. ശരണ്യയുടെ ഭാഗത്തെ ന്യായം, ശരണ്യ പറയുന്നത് ശരി. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ, ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത് നിന്നവരൊക്കെ, രാഷ്ട്രീയക്കാര്, വനിതാ സംഘടന നേതാക്കന്മാർ, പോലീസുകാർ, അവരെല്ലാം തങ്ങൾക്കെതിരാകുമോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതായിരുന്നു കാരണം. അതേ സമയത്ത് ബാലേന്ദ്രനും മനുവും കൂടെ വീട്ടിലേക്ക് വന്നു. കമല ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുമായിരുന്നു എങ്ങനെ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല ചോദിച്ചു, എന്തായി ശിവേട്ടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, അത് പിന്നെ കാര്യം എന്താ, അവന് ജാമ്യം കിട്ടിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ജാമ്യം കിട്ടിയില്ല, ഇനി ഒരു 30 ദിവസവും കൂടെ അകത്ത് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരിക്കോന്ന് ചോദിച്ചു. ഹരിക്ക് ജാമ്യം കിട്ടി. അവൻ പുറത്തിറങ്ങിയോ? ഇന്നിറങ്ങിയില്ല, നാളെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതെന്താ ശിവേട്ടാ, രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തല്ലേ, പിന്നെ എങ്ങനെ ഒരുത്തം മാത്രമായിട്ട് പുറത്തിറങ്ങണേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൾ അലീന എല്ലാത്തിനും കാരണം. അവനെ പുറത്തിറക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ലല്ലോ, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മനു പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ അമ്മ വെറുതെ കിടന്ന് തുള്ളരുത്. ഏതാ കാര്യം അമ്മയ്ക്ക് വല്ലതും അറിയാവോ? എന്താടാ? അല്ല, ശരിക്കും പറഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ആരും റെക്കമെൻഡും ചെയ്തിട്ടില്ല. അലീന റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ അമ്മ ഇരിക്കുന്നേ, റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണ്. രോഹിത്തിന് വേണ്ടി പോലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനി ഹരിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. എടാ, ഇതൊക്കെ അവളുടെ ഒരു നമ്പരാ. അവൾ ഇതെല്ലാം ഇതിലപ്പുറം നമ്പറുകൾ ഇറക്കും. അവൾ ആ വീട്ടിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു. എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ മോനെ കുടുക്കിയതാ, രോഹിത്തിനെ രക്ഷപ്പെടുത്തി.
ഇനി ഞാൻ എല്ലാവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വൈജയ്ക്ക് ഇപ്പം സന്തോഷമായി കാണും. ഇനിയിപ്പോൾ വൈജയുടെ കുറ്റപ്പെടുത്തലുകൾ അത് വേറെ. അവളുടെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇനിയിപ്പോൾ കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, മിണ്ടി പോയേക്കരുത്. ഇതൊക്കെ ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല, മുമ്പ് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അമ്മ എന്തിനാ അമ്മയെ ഇങ്ങനെ കിടന്ന് കോലം കിട്ടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അമ്മയ്ക്കറിയാം ഹരി എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. അവന് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം അറിയാലോ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവന് ആ പെൺകുട്ടി തിരിച്ചറിയുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. അല്ല, വക്കീൽ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. വക്കീൽ എന്ത് പറയാനായിട്ടാ? പെൺകുട്ടി അവനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറഞ്ഞ് ശിവശങ്കരൻ കൂടെ എഴുന്നേറ്റ് പോയി. മനു ഇനി ഒന്നും മിണ്ടിയില്ല. മണിശങ്കർ നേരെ സൗദാമിനി മുത്തശ്ശിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്തായുടെ മോനെ കാര്യങ്ങൾ? അവന് ജാമ്യം കിട്ടിയെന്ന് ചോദിച്ചു. ഇല്ല മുത്തശ്ശി. ഇല്ലേ? അതെന്താ? അത് കോടതി വീണ്ടും അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. 30 ദിവസം കഴിഞ്ഞാലോ ഇനി അടുത്ത ജാമ്യാപേക്ഷ വെക്കാൻ പറ്റുള്ളൂ. അതെന്താ? അതങ്ങനെയാ. കാരണം അവനെ പെൺകുട്ടി തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി തിരിച്ചറിയില്ലെന്ന് കരുതിയിരുന്ന ഇപ്പം അങ്ങനെയായോ? ആകെപ്പാടെ ടെൻഷനായിപ്പോയി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അല്ല, രോഹിയുടെ കാര്യമോ? അവന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയോ? അതെ, നാളെ അവൻ പുറത്തിറങ്ങും. ഒരാളുടെ കാര്യമെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതിന് മുത്തശ്ശി, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആ പെൺകുട്ടി കോടതി പറഞ്ഞു. ശരിയാണോടാ നീ പറയണേ? പിന്നല്ലാതെ. അതിന് അലീനെ സ്വാധീനിച്ചിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബേളമൊക്കെ ആയിരുന്നു പറഞ്ഞു. അതിന് അലീനെ സ്വാധീനിക്കാനൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞു. അവളുടെ കാര്യം അറിയാലോ, കമലയുടെ കാര്യം അറിയാലോ. കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. സാരമില്ല, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. രോഹിതെങ്കിലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ എന്നാലും ഹരിയുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവൻ വരുത്തി വെക്കുന്നതല്ലേ അതൊക്കെ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോന്ന് ചോദിച്ചു. അല്ല, എന്നാലും എടാ മോനെ. പിന്നീട് മണിശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ശരണ്യയുടെ ഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ശരണ്യയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് സന്തോഷമായി. ശരണ്യയ്ക്ക് അലീനെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? അലീനെ വിളിക്കുകയാണ്. അലീനെ വിളിച്ചിട്ട് ശരണ്യ പറഞ്ഞു, ചേച്ചി ഞാനാന്ന് പറഞ്ഞു. ശരണ്യ, അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. മോളെ നീ ഇതെന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചു. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അലീനയ്ക്ക് ടെൻഷനായിരുന്നു. ഇല്ല ചേച്ചി. അല്ല, നിന്നെ വീട്ടുകാർ വഴക്ക് പറഞ്ഞോ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ചേച്ചി? എനിക്ക് എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയില്ല മോളെ. ഇവിടെ എല്ലാവരും പറയണേ ഞാൻ നിന്നെ സ്വാധീനിച്ചിട്ടാന്നാ. അപ്പോഴേക്ക് ശരണ്യ പറഞ്ഞു, ഇവിടെ നാട്ടുകാരൊക്കെ പറയണേ അലീന ചേച്ചി കൊണ്ടുവന്ന് എനിക്ക് കുറേ പൈസ സ്വർണ്ണമൊക്കെ തന്നു. അതുകൊണ്ടാണ് ഞാൻ രോഹിത്തിനെ രക്ഷപ്പെടുത്തിയെന്ന്. മോൾക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി, ഒരു പക്ഷേ ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സങ്കടമായനും, എനിക്ക് എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയനും. പക്ഷേ ഇപ്പം എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടുകാരുടെ വാക്ക് കേട്ട് ഞാൻ മൊഴി മാറ്റി പറഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് സ്വസ്ഥയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ട് ഞാൻ അലീന പറഞ്ഞു, എനിക്കറിയായിരുന്നു നീ കോടതി സത്യം തുറന്നു പറയുന്നു. അതെങ്ങനെ? എനിക്കറിയാം നിന്നെ. കുറച്ച് നാളത്തെ പരിചയം നമ്മൾ തമ്മിലുണ്ടെങ്കിലും നിന്നെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നീ എന്താ ഏതാന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ചേച്ചി തന്ന ധൈര്യം കാരണം. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇപ്പോൾ ഈ ഭൂമി പോലും ഉണ്ടായിരിക്കില്ലായിരുന്നു. മരിക്കണമെന്ന് പോലും പലവട്ടം ചിന്തിച്ചാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം ബബിത വൈജയെ വിളിച്ചിട്ട് രോഹിത്തിന് ജാമ്യം കിട്ടിയ കാര്യമൊക്കെ പറയണം. ബബിതയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയമായിരുന്നു ബബിത തുള്ളിച്ചാടിയണം. വൈജയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയമാണ് വൈജ തുള്ളിച്ചാടിയണം. ബബിത ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പം അപ്പോഴേക്കും വൈജ പറഞ്ഞു, അല്ല അതെങ്ങനെ അവന് മാത്രമായിട്ട് ജാമ്യം കിട്ടിയെന്ന് ചോദിച്ചു. അതെ, ആ പെണ്ണുണ്ടല്ലോ ശരണ്യ, അവൾ കോടതി പറഞ്ഞു അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. അല്ലെങ്കിലും എനിക്കറിയാമെന്ന് എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് എന്നൊക്കെ വൈജ വലിയ വർത്താനം പറയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പം ബാലചന്ദ്രൻ അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.